ഹായ് എവരിബഡി അല്ലേ? ഹലോ എവരിബഡി. ഹലോ ഹലോ എന്ത്? ഹായ് ഗായ്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. നിന്റെ ചാനലോ? ഓക്കേ, സീക്രട്ട് ഏജന്റ് ചാനൽ. ചിത്തുബായ്. അപ്പോൾ ഞങ്ങൾ വേറൊരു പരിപാടിയല്ല, സിജോ വരുന്നുണ്ടെന്ന്. അതെ അതെ. അപ്പൊ നിങ്ങളുടെ അനിയത്തിപ്രാവ് കോംബോ ഇന്ന് ഫുൾ ആവുകയാണ്. അതെ, പാട്ട് പാടും. അനിയത്തിപ്രാവിന് പ്രിയരി പറഞ്ഞാൽ ബാംഗ്ലൂർ ഡേയ്സ്. അപ്പോ ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇരിക്കുമ്പോൾ ജനങ്ങൾ വളരെയധികം ആർമാദിച്ച് ട്രോൾ ചെയ്യ ഞങ്ങളുടെ കോംബോ ഞങ്ങൾ ഇന്ന് ഒന്നിക്കുകയാണ്. ശശി കോംബോ പ്ലസ് നന്ദന കോംബോ റീയൂണിയനാണ് ഞങ്ങളുടെ. സിജോ ഇന്നൊരു 5:30 എത്തും. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് നേരെ പോകുന്നു. രാവിലെ വിട്ടു. നന്ദുവിനെ മറ്റേ വീട്ടിന്റെ അവിടുന്ന് മറ്റേ വീടിന്റെ അവിടെ എടുക്കേണ്ടിന്ന് തൃശ്ശൂരിന്ന് അയ്യന്തോളിന്ന് നന്ദുവിനെ പിക്കന്റെ വളരെ വിലപ്പെട്ട സമയമാണ്. അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു സമയം കിട്ടി. ആ ഒരു ഗ്യാപ്പില് നന്ദു ഇപ്പൊ ഭയങ്കര ബിസിയാണ്. അതെ, സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതിന്റെ മുമ്പ് തൃശ്ശൂർ എടുത്ത ഒരാളാണ് നമ്മുടെ നന്ദന. അപ്പൊ തൃശ്ശൂർ ഇപ്പൊ പകുതിയാണ്. പകുതി സുരേഷ് ഗോപിയുടെ കയ്യിലും പകുതി നന്ദനയുടെ കയ്യിലുമാണ്. അതെ, ഇന്ന് വരുന്ന വഴിക്ക് സുരേഷ് ഗോപിയുടെ ഒരു ഫ്ലെക്സ് വലിച്ചു കീറാൻ നന്ദന ഓടിയിരുന്നു. ഞാനത് പിടിച്ചു വെച്ചതാണ്. ഷെയർ ചെയ്യുന്ന നമുക്ക് പിന്നെ ആ വീട്ടിലെ പട്ടി ഓടിച്ചു. അതെ, പട്ടിക്ക് പോലും വേണ്ട എന്നാണ് അറിയാൻ കഴിഞ്ഞത് നന്ദനെ. പട്ടി വന്ന് മണത്തിട്ട് തിരിച്ചു ഓടിപ്പോയി. അപ്പോ എന്താണെങ്കിലും ഞങ്ങള് തോംസൺ കാസ തുടങ്ങി. അതെ, ഓക്കെ. അപ്പൊ ഞങ്ങൾ തോംസൺ കാസയിലാണ് വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് നോട്ടെ. ഫുഡാണല്ലോ മെയിൻ അല്ലേ? ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫുഡായിരിക്കും. സോറി, വെരി സോറി. ബിക്കോസ് എന്റെ കോലം ഇപ്പൊ ഇതാണ്. ഞാൻ ഇതേ സമയത്ത് കഴിഞ്ഞ കൊല്ലം ഇങ്ങനെയായിരുന്നു. കണ്ടോ മാറ്റം? കണ്ടോ? അപ്പൊ തടി കുറയ്ക്കണോ? നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകൂ അല്ലേ? അതെ, ഇവിടുന്ന് കുറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് മാറ്റണ്ട്. ഒരു മാറ്റമില്ല. ആ വീട്ടിൽ നിന്ന് കട്ട് നിന്ന് അതെ. സിജോ വരട്ടെ, ശരിയായി തരാം. അപ്പൊ ഞങ്ങൾ സിജോയെ കാണാൻ പോകുന്ന പോക്കിൽ ഫുഡ് കഴിക്കാണെങ്കിൽ ബാക്കി വഴിയെ പറഞ്ഞുതരാം. കുറച്ചധികം പരിപാടികളുണ്ട്. നന്ദുവിന് എന്തോ വേറെ ആരെയോ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ സിനിമ നടനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്തായാലും അത് കൂടി കാണിച്ചു കൊടുക്കാം. അർജുൻ ശ്രീതു കോംബോ വെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണോ? അല്ല, അർജുൻ ശ്രീതു കോംബോ. ഓ, അനക്ക് ആങ്ങളെ കോംബോ ഇപ്പോഴും വിടാനായിട്ടില്ലല്ലേ? ഇത് ശ്രീതു അർജുൻ കോംബോയേക്കാൾ നല്ലൊരു കോംബോ പിടിക്കാൻ നന്ദനയുടെ ശ്രമമാണ് നടക്കുന്നത്. ചീന കോംബോ എങ്ങനെ? എന്ത് ഐഫോണോ? ഇതാണ് നന്ദനയുടെ വടയക്ഷി ലുക്ക്. iPhone 5s. അല്ല, ബിഗ് ബോസിലാണെന്നുണ്ടെങ്കിൽ ആറ്റംബർഗിന്റെ തലനെങ്കിലും വെക്കാനും ഇവിടെ തലണില്ല, പെട്ടുപോകും. ചതിച്ചു. ഞാൻ സത്യം പറയട്ടെ, ഇന്നോട് എന്റെ ഐഫോണിനെ കുറിച്ച് മെസ്സേജ് ബിഗ് ബോസ് വീടിനകത്ത് അയച്ചത് ഇയാളാണ്. അതായത് ഇവർ രണ്ടാളുടെ ആവശ്യം ഐഫോൺ കിട്ടണമെന്നാണ്. ആ ഐഫോണിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാളെ മുതൽ തൃശ്ശൂർ മുതൽ പാട്ടപ്പിരിവിന് ഇറങ്ങാൻ പോവുകയാണ്. നന്ദനയ്ക്കൊരു ഐഫോൺ, അതാണ് പുതിയ പ്രൊജക്ട്. നന്ദനയ്ക്കൊരു വീട്. അതെ, നന്ദനയ്ക്കൊരു വീട് എന്നുള്ള പ്രൊജക്ടിന് ശേഷം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നന്ദനയ്ക്കൊരു ഐഫോൺ, അതാണ് ഇനി അടുത്ത പ്രൊജക്ട്. ബിഹേവ്. ഇവരിവിടെ കൂലങ്കശമായി ചർച്ച ചെയ്യുന്നത് നോറയുടെ വെച്ചമുടിയും ജാസ്മിന്റെ വെപ്പുമുടിയും കുറിച്ചാണ്. ഞങ്ങളുടെ സംശയം അതായിരുന്നില്ല. അപ്സരയുടെ സെറ്റ് വല്ലു, അസ്പരയുടെ സെറ്റ് വല്ലു, അസ്പരയുടെ സെറ്റ് വല്ലു, ഇതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന മെയിൻ കാര്യം. പക്ഷെ ഞങ്ങളുടെ ചർച്ച അതായിരുന്നില്ല. ഞാനും സിജോയും അഭിഷേകും അർജുനൊക്കെ കൂലങ്കശമായി ചർച്ച ചെയ്തിരുന്നത് നന്ദന ഒരാണാണോ എന്നായിരുന്നു. ഇവിടെ നന്ദനാണോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു ഞങ്ങൾക്ക്. ഭയങ്കരമായ ചർച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദനയുടെ കൂർക്കം വലി. നന്ദന
ഇപ്പൊ ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായില്ല. ആ വീടിനകത്ത് ഏറ്റവും കൂടുതൽ കൂർക്ക വലിച്ചത് നന്ദനായിരുന്നു. ഞങ്ങളല്ല ജനങ്ങളെ. ബൈ ദ വേ, ഞങ്ങൾ ചിക്കൻ ഓർഡർ ചെയ്ത സമയത്ത് ഞങ്ങൾക്കൊക്കെ കിട്ടിയത് ഒനിയൻ റിങ്ങും. നന്ദു എന്താ കിട്ടിയത്? മുറുക്ക്. ഈ ഹോട്ടലിൽ നിന്ന് മിക്കവാറും ഞങ്ങൾ ഇറക്കി വിടും. ഇവിടെ ഇവിടെ ഇരുന്നത് മുറുക്കാണെന്ന് പറഞ്ഞ ഒനിയൻ റിങ് ഒക്കെ എടുത്തതിലുണ്ട്. നാളെ ഈ ഇതാണോ അത് പ്രാവാണ്. പ്രാവർച്ചി കണ്ടിട്ടുണ്ട്. പ്രാവർച്ചി ഉണ്ടല്ലോ, അതാണ് പ്രാവ്. ഇത് രാവിലെ ജിത്തുബായി മൂക്കട്ട ചെയ്യുന്നത്. ഇവിടെ വുഡ് സ്മോക്ക് ഗ്രില്ല് ചിക്കൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പമുള്ള ഡിപ്പ് രണ്ടാളും. അതെ, അത് ഡിപ്പാണ്. ഇതല്ല സൂപ്പ്. എന്ത് ഇത് സൂപ്പല്ല, ഇതതിന് ചിക്കൻ മുക്കി തിന്നാനുള്ള ഡിപ്പാണത്. നോട്ടെ, ഞാൻ എന്തിനു വരെ കൊണ്ടുവന്നത്? സൂപ്പല്ലേ, ഡിപ്പാണത്. 2 ഫുൾ ബിരിയാണിയും 1 മീനും 1 സ്മോക്ഡ് ഗ്രിൽ ചിക്കനും നിന്നിട്ട് നിക്കണം നിപ്പ. ഏറെവിടെ இந்த வடை போதுமா இன்னும் கொஞ்சமே. കണ്ണ് പുറത്തേക്ക് കിടന്നിട്ടാ. കണ്ണിങ്ങനെ വയറടിക്കുമ്പോ കണ്ണിങ്ങനെ പുറത്തേക്ക് കിടന്നു. അതല്ല, അത് അയാള് വേറെ സാധനം ഉദ്ദേശിച്ചതാ. അതായത് അപ്പൊ ഞങ്ങള് ഇവിടുന്ന് പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് നേരെ തോംസൺ കാസിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി. തൃശ്ശൂർ വിട്ട് ഇനി കൊച്ചി പിടിക്കണം അല്ലേ? സിജോന്റെ ഫ്ലൈറ്റ് 5:30-ക്കാണ്. എത്രയും പെട്ടെന്ന് കൊച്ചി എത്തണം. കൊച്ചി എത്തി സിജോനെ കണ്ട്. സിജോന്റെ ബർത്ത്ഡേ ആയിരുന്നു. നേരിട്ട് കാണണം, വിഷ് ചെയ്യണം, പറ്റിയൊരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ? സിജോന് സർപ്രൈസിങ് ആയിട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം. അതൊക്കെയാണ് ഞാൻ അടുത്ത പ്ലാൻ. ബാക്കി അവിടെ എത്തിയിട്ട് ഇനി എടുക്കാം. ബിഗ് ബോസിന്ന് ഇറങ്ങിയുള്ളൊരു അവസ്ഥ നോക്ക്. വഴിയിൽ വണ്ടി നിർത്തിയിട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്ന ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് വരെ കൊളാബ് ചോദിക്കുന്ന നന്ദന. എന്തോന്നാണ് ഇത്? വളരെ കഷ്ടം. ചേട്ടാ പൈസ തരാതെ പോകണ്ടോ? ബിഗ് ബോസിന്റെ നന്ദനെന്ന് പറഞ്ഞിട്ട് ഓടും. സ്റ്റോറി ഇട്ടരാന്ന് പറഞ്ഞിട്ട് മോശമാണ്. ആ ചേട്ടന് പൈസ കൊടുക്ക്. ആണാ അപ്പുറത്ത് കരി എടുത്ത് തേക്കും ചെയ്തു. വെള്ളം പോട്ടെ. അയ്യ എന്തിനാ മതില് വരച്ചതെന്തിനാ? അതെ, പൈസ കൊടുക്കണേ ചേട്ടാ. 50 രൂപ വെച്ച് 500 തരുന്ന ചേച്ചിയാണ്. 500-ന് 5000-ന്റെ ആക്ടിങ്ങും. ആ പാവത്തിനെ കൊണ്ട് അവിടെ മുന്തിരി ഫുള്ള് കഴുകിച്ച് ആ ചേട്ടനെ കൊണ്ട്. ഓ, ബിഗ് ബോസ് പോയി വന്നതിന് ശേഷം പിന്നെ മുന്തിരി കഴുകാനൊന്നും വയ്യ. നന്ദന അങ്ങനെയായി. ഒരു സെൽഫി ഇട്ട് പറ്റിക്കാനല്ലേ? ആ ചേട്ടൻ പാവം ഫുള്ള് കഴുകിയിട്ടുണ്ട്. സൂപ്പർ സാധനം. ഫ്രൂട്ട്സ് ഒക്കെ കണ്ടില്ല, ഓറഞ്ചൊക്കെ ഇങ്ങനെ തുടുതുടായിരിക്കുന്നു. ചേട്ടാ എല്ലാം കഴിഞ്ഞിട്ട് പൈസ ചോദിച്ചോട്ടാ. ഇവിടെ പൈസ തരാതെ പോവും. വീഡിയോ ഇട്ട് പറഞ്ഞിട്ട് അതാണ് ചേട്ടൻ മാസ്. പൈസ കൊടുത്തതിന് അങ്ങോട്ട് കാശ് വേണോന്ന്. ചേട്ടൻ ഫുള്ള് മാസമായി. ചേട്ടങ്ങള് പരസ്യം തന്നേന് അങ്ങോട്ട് വല്ലതും തരണോന്ന്. മാങ്ങ എക്സ്ട്രാ കൊടുത്ത് വിട്ടു. എന്തോ ഞാവൽപ്പഴം വാങ്ങണ്ട കേട്ടോ. മോശമല്ലേ നന്ദന നിങ്ങൾ ഈ ചെയ്യുന്നത്? ആ ചേട്ടനെ കൊണ്ട് ആ ഞാവൽപ്പഴം ഒടിപ്പിച്ച് എന്തോന്നടയത്. ഓ ഷോ, അതും മേടിച്ച് ഒന്ന് തരുമോ? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊളാബ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കംപ്ലീറ്റ് കൊളാബ്. വയറൊക്കെ നിറഞ്ഞ് പാന്റ് ഭയങ്കര ടൈറ്റ് ആയി പറഞ്ഞു. ഞങ്ങൾ പാന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നാണ്. സൈച്ചനെ കാണിച്ചു തരാം. കന്നാസും കടലാസിലെ കന്നാസായിട്ടുണ്ട് സൈച്ചനൻ.
പാവാടത്തും പാലെ തൊട്ട് എന്താ പ്രശ്നം? എന്താ കുത്തിവെച്ചേക്കാണ് എല്ലാത്തും ചേച്ചിനൊക്കെ പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഞാൻ വന്നത് ഞാൻ പാപ്പരെ പാവാടത്തും പാലെ തൊട്ട പറഞ്ഞു കൊടുക്കണം ഇങ്ങനത്തെ ഡ്രസ് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം എന്ത് പ്രശ്നം എന്താ ഇങ്ങനെ ഡ്രസ് സിമ്പിൾ ഡ്രസ് ചെയ്യുന്നവർ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ സിമ്പിൾ ഡ്രസ് അതുപോലെ അപ്പോ സിജോൻ എടുക്കാൻ വേണ്ടി ഞാൻ എയർപോർട്ടിലെത്തിയപ്പോ എന്താ വരുന്നു ജിഞ്ചർ മീഡിയ യെസ് ജിഞ്ചർ മീഡിയ നീലക്കോയിൽ ഫിൽമി മങ്സ് യെസ് ഇവർ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ സ്ഥിരം വന്ന് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാ ഇവരൊക്കെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. ജിഞ്ചർ മീഡിയ നീലക്കോയിൽ ഫിൽമി മങ്സ് ഇതൊക്കെയാണ് ആൾക്കാർ. എന്ത് ഒരു പ്രശ്നമില്ല, നോ വറീസ്. അല്ല ഞാൻ കാര്യം പറയാം, കാരണം നിങ്ങൾ ഇവരെ കഷ്ടപ്പാട് ആർക്കും അറിയേണ്ടുള്ള കാര്യം പറയാമല്ലോ. ഇവർ ഈ ഓടി പിടിച്ച് എത്തിയുള്ള കഷ്ടപ്പാട് ആർക്കും മനസ്സിലാവണില്ല. കമന്റ് ബോക്സിലൊക്കെ പോയിട്ട് അവസാനം ഒരു വീഡിയോ ഫുള്ള് തെറിവിളിയായിരിക്കും. അത് പാടില്ല. അത്ര ഹായ് ഹലോ ഹലോ ആ ഇന്ന് ഞങ്ങളൊക്കെ എടുക്കണ്ട്. ആ സുഖാണ് എന്നെല്ലാരും ഞാനും എടുക്കുന്നു. എന്നാലും ചാനൽ 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 ഇന്ത്യൻ സിനിമ ഗാലറി ചാനൽ സെല്ലുലോയിഡ് പറടാ ചാനൽ പറടാ മടി കാണിക്കുന്നത്. പിന്നെ വാ നിങ്ങളൊക്കെ ചാനൽ പറ. നിങ്ങളൊക്കെ ആരും പറയുന്നില്ലല്ലോ. ഞാൻ ഇന്ന് നിങ്ങളെ മൊത്തം ചാനൽ ഞാൻ ഇവരെ മൊത്തം എടുക്കാൻ പുതിയ പരിപാടിയൊന്നുമല്ല. സിജോ വരുന്നല്ലേ അപ്പൊ വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. എടാ ഇവന്റെ ചാനൽ പറ. ഇവനോ ഇവ ഇന്ത്യൻ സിനിമ ഗാലറി. ആ ഇതാണ് ICG. പേര് രാകേഷ്. നീലക്കോലി കിട്ടി. നീലക്കോലിലുണ്ട് 3 വട്ടം കിട്ടി. എവിടെ ഫോക്കസ്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സെലിബ്രിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കാണുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും പേജുകളുമാണ് ഈ നിൽക്കുന്നത്. ഓക്കെ, ഇവരിലൂടെയാണ് നിങ്ങൾ കുറേ ആളുകളെ കാണുന്നതും സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യുന്നതും. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാണ്ട് ഇവരുടെ എഫേർട്ട് ഭയങ്കരമാണ്. പോയി കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് ഇവരുടെ വീഡിയോസിനടിയിൽ. വേറെ വല്ല പണിയുണ്ടോ അങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ എന്ന് ചോദിച്ചിട്ട്. ഇവരുള്ളത് കൊണ്ടാണ് ജനങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ എടുക്കണം എന്ന് വിചാരിച്ച വീഡിയോ. അരെ ഞാൻ പോന്നു, ഞാൻ പെട്ടെടുത്ത് ഓടി. താങ്ക് യു. അപ്പോൾ ഓക്കെ ഗൈസ്, സിജോ ഇപ്പോൾ വരും. സിജോ വന്നിട്ട് ബാക്കി. നിഷാന ഇതൊരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. നിഷാനക്ക് സിജോ കപ്പടിക്കണമെന്നായിരുന്നു. സിജോ ഒരു ഫൈനൽ ഫൈവിൽ എന്തായാലും വരുന്ന ആര് കപ്പടിക്കുന്നതാണ് നിഷാനയുടെ? ഇപ്പത്തെ നമ്മുടെ മലയാളി മനസ്സുകളുടെ ഒരു സപ്പോർട്ടൊക്കെ കണ്ടിട്ട് ജിൻഡപ്പം കപ്പടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നന്ദനസി നിങ്ങൾക്ക് ആരെയാണ് പറയാനുള്ളത്? എന്താ പറയാ കണക്ക് കപ്പ് കിട്ടാത്തതുകൊണ്ട് ആർക്കും കിട്ടരുതല്ലേ? അതെ അതെ, പുതിയ മുഖമാണ് സീക്രട്ട് ഏജന്റ്. അതെ അതെ തോന്നിയല്ലേ. ആ ബാക്കിലിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ അറിയുമോ? ജിത്തുബായിനെ പൊട്ട ശീലം പഠിപ്പിച്ച് നന്ദന കണ്ടോ. എന്തിനാണ് ഞങ്ങളെ ജിത്തുബായിനെ എന്തിന് നന്ദന പെപ്സി കുടിക്കാൻ നിർബന്ധിപ്പിച്ചു? ഞങ്ങൾ കോല കമ്പനിക്ക് എതിരാണ്. അതാ കുടിക്കരുത്. ചത്താലും കുടിക്കരുത്, മരിച്ചാലും കുടിക്കരുത്. പോയി ഇവള് ജ്യൂസ് നന്ദന, പെപ്സി നന്ദന.
അപ്പോൾ ബിഗ് ബോസ് അടുത്ത കണ്ടസ്റ്റന്റും കൂടെ പുറത്ത് വന്നിരിക്കുകയാണ്. അവരുടെ പേര് ജിജോണോ? അയ്യോ ചേട്ടാ കൊല്ലുന്നേ 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 എല്ലാവരും പൊട്ടിച്ചിരിക്കും. ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് വെച്ച് ആരെ അറിയിക്കാൻ കല്യാണം കഴിക്കാൻ വിചാരിച്ചിരുന്നതാണ്. അപ്പൊ എന്തായാലും ഇവിടെ ഇവിടെ നമുക്കെല്ലാം അങ്ങനെ മറക്കാൻ പറ്റാത്തതുകൊണ്ടും ഇവിടെ ഇങ്ങനെ അപ്പൊ പേര് ലീനു. നമ്മളവിടെ മൂവിയാ. സായ ഞാനും മീഡിയായി. സീസണിലെ ഐസ്ക്രീം മാത്രം മതിയോ? സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാം ഞങ്ങൾ കണ്ടില്ലേ മീനുകളൊക്കെ ലൈവായിട്ട് അവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ നിഷാൻ എന്തൊക്കെ ചെയ്തു? ഇറങ്ങിയതിന്റെ 4ാമത്തെ ദിവസം ഞാൻ നേരെ വിട്ടു കാശ്മീര് നല്ല വർഷത്തിലൊരിക്കൽ ടുലിപ്പ് ഗാർഡൻ പൂക്കുന്ന സമയമായിരുന്നു. അതൊക്കെ കണ്ട് കവർ ചെയ്ത് അവിടെ നേരെ ഡൽഹിയിൽ നിന്ന് നേരെ നോർത്ത് ഈസ്റ്റ് പോയി ആസാം അരുണാചലിൽ പോയി തവാങ്ങി പോയി മഞ്ഞ് വീഴുന്നത് കണ്ടു. ചൈന ബോർഡർ പോയി ബോർഡർ പോയി. ഞങ്ങൾക്ക് ബിഗ് ബോസിന്റെ അവസ്ഥ എന്തെങ്കിലും അറിയോ? എടാ നമുക്ക് ബിഗ് ബോസിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കാം നിഷാനിക്ക്. ഞങ്ങള് പോവും ഫുഡില്ലാന്നോ എന്തെങ്കിലും മറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മികച്ചൊരു മത്സരാർത്ഥിയാണ്. ഞങ്ങൾ അവസാനമാണ് ആ സത്യം മനസ്സിലാക്കിയത്. ആര് പോയാലും മുമ്പിൽ ഒരേ ഡയലോഗ്, നിങ്ങൾ മികച്ച മത്സരാർത്ഥിയാണ്. നീ മികച്ച മത്സരാർത്ഥിയാണ്. ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി. വെറൈറ്റി വീഡിയോ വന്നതാ. എടാ വെറൈറ്റി വീഡിയോ എടാ വെറൈറ്റി എടാ മോനെ അതെ എടാ ഞാൻ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ എടുക്കല് എനിക്കൊന്നും അറിയണം. സായി ഞാൻ സായിയുടെ മോൻ കാണിച്ചിട്ടുണ്ട്. സായിയുടെ ചാനൽ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവാണ്. മഞ്ഞ കേക്ക് ഉണ്ട്. ഒരു മിനിറ്റ് ഇത് ഒട്ടിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് നന്ദൻ മതി. സ്ക്രീൻ ടു സ്ക്രീൻ. സിജോടെ മുഖത്ത് കേക്ക് കഴിക്കാൻ പോയ എനിക്ക് നന്ദനയുടെ അവസ്ഥ അല്ലേ? അയ്യോ കുറച്ചിലും പോകണ്ടി ഞാൻ പിടിച്ചു. കിട്ടിയോ? കിട്ടിയല്ലേ? ആ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. എടാ കിട്ടാത്ത ഒരാളുണ്ട്. അൻസിഫിന് കിട്ടിയില്ലല്ലേ? അൻസിഫിന് കിട്ടിയില്ലല്ലേ? എടാ കിട്ടാത്ത ഒരാളാ. കിട്ടാത്ത ഒരാള് കിട്ടാത്ത ഒരാള് ആ പറയൂ. ആര് കപ്പടിക്കും? അതെ സീക്രട്ട് ഇറങ്ങിയിട്ടുണ്ട്. പറ ആര് കപ്പടിക്കും? നിങ്ങൾ പറ. ജാസ്മിൻ കപ്പടിക്കുന്ന എത്ര ആള്? ജിൻഡോ കപ്പടിക്കും. അർജുൻ, അഭിഷേക്, ലാലേട്ടൻ കപ്പടിക്കുന്ന ആരെങ്കിലും?
ശ്രീതു കൊണ്ടുപോയി ഞാൻ സന്തോഷിക്കും. ഞാൻ ശ്രീതു ഫാൻ, അക്ക ഫാൻ. ആവല്ലേ ഞാൻ ശ്രീതു ഒക്കെ ഫാൻ. ആര്? ശ്രീതു. ശ്രീതു ഇങ്ങനെ പോയ ബിഗ് ബോസ് മുടിഞ്ചു. അൽസാജില് നമ്മളെ ഷിയാസ് ഖാന്റെ സ്പെഷ്യൽ. ഇതൊരു ഒന്നൊന്നര ഐറ്റം ആണ്. കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന് മുന്നേ വെള്ളം വന്നോ? സോറി ഗൈസ്. തേങ്ങാപ്പാലല്ലേ ഷിയാസ്ക? ഫ്രഷ് ക്രീം, ജാക്ക് ഫ്രൂട്ട്, പപ്പടം. ഇത് വേറൊരു ലെവൽ സാധനമാണ്. ഇത് കഴിക്കാതെ അൽസാജിന്ന് ആരും പോകരുത് പ്ലീസ്. ഞാൻ എപ്പോ ഷിയാസ് ഖാനെ അൽസാജിനെ ആലോചിച്ച ഈ സാധനം വായിൽ വന്ന് വെള്ളം വരും. അതാണ് എന്റെ പ്രശ്നം. ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചിട്ട് വരുന്നത്. പക്ഷെ ഞാനിത് കഴിച്ചിട്ട് ഞാൻ ഇനി സ്ഥിരമായിട്ട് വരുന്നു. ട്രൈ ചെയ്തില്ല? അയ്യോ അടിപൊളി സാധനം. എനിക്ക് കയ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. മതിയാളൊക്കെ ഇതൊക്കെ അതില് കപ്പലടിക്കാനുള്ള വെള്ളമുണ്ടല്ലോ. അപ്പുറത്തെ പുഴയത്തെ വെള്ളമൊക്കെ നിറയുന്നത് സത്യം. ഞാനുണ്ട്. എന്താണ് ഇത്? നമ്മൾ ചക്ക വരട്ടില്ലേ? ആ വരട്ടേന്റെ ഒരു രസിന്റെ കൂടെ ഒരു പപ്പടം. ഞാനിത് ഇങ്ങനെ എടുക്കും. എക്സ്പ്രഷൻ കാണല്ല, ഇത് മനസ്സിനകത്താ കയറി. ആരെ കാത്തിരിക്കുകയാണ്? എന്തിന്? അത് തിന്നാനല്ലേ സ്വന്തമായിട്ട്? സിജോ വരണടാ, അവള് പറ്റിക്കാനാണ്. തരില്ല. സിജോ വേണമെങ്കിൽ ഓടി വന്നാണോ, സാധനം കിട്ടൂല. അവൾ ഒറ്റയ്ക്ക് അടിച്ചു മാറ്റി തിന്നു. ഇത് ഞങ്ങളെ മാത്രം സ്പെഷ്യൽ, ആ ടേബിളിക്കില്ല. ഇത് ഞങ്ങളെ മാത്രം സ്പെഷ്യൽ. കഴിക്കാൻ പറ്റില്ല. പറയൂ. എങ്ങനെ എന്ത് ടേസ്റ്റ് വന്നിട്ട് പറയാം. എന്തൊക്കെയാണ് ചക്ക? പിന്നെ ചക്ക അതെന്താ? പല്ലിനല്ല കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്കറിയില്ല, അതൊന്നും മനസ്സിലാവണ്ട. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്? മാങ്ങ അരച്ചിട്ടുണ്ടായില്ല. ഈ ഒരു വൈറ്റ് കളർ എന്തായിട്ട് തോന്നുന്നത്? ദിസ് വൺ എന്താ? ചക്ക വൈറ്റ് കളർ ഉണ്ടാവില്ലല്ലോ. സഹിച്ചടാ സഹിച്ചടാ. പപ്പടത്തിന് പപ്പടല്ലാണ്ട് വേറെന്താ പറയാ? ഇങ്ങനെ പറയണ ചേട്ടന് പപ്പടത്തിന് പപ്പടത്തിന് പപ്പടമല്ലാന്ന് പറയുന്നു. ഇയാൾ എന്തൊരു തേങ്ങയുടെ മൂടാവും. എന്തെങ്ങനെ കണ്ടു ചോദിച്ചാ പറയൂ. ഫ്രഷ് ക്രീം, പപ്പടം, കുറച്ച് തേൻ. ചക്ക വറുത്തല്ലടാ, നെയ്യ്. പുതിയ ആളാണ് ഇത്. കുട്ടി, അനിയത്തിക്കുട്ടി, ബിഗ് ബോസ് പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു.
ബിഗ് ബോസ് ജോത്സ്യൻ. എടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കമന്റ് ബോക്സിൽ ഒരു കൊട്ടയല്ലേ അതിലോ ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ ചർച്ച. ഞങ്ങൾ അനിയത്തിക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും നിശ്ചയിച്ച കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തെ പറ്റി രണ്ട് വാക്ക് പറയാനുണ്ട്. ഞങ്ങൾ ബിഗ് ബോസ് ഹൗസ് മുതൽ ഈ കല്യാണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതെ നമുക്കറിയാം വന്ന സമയത്ത് നന്ദനയുടെ കല്യാണത്തെ പറ്റി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നന്ദനയുടെ കല്യാണം എപ്പോ എങ്ങനെയാണുള്ളത്. അപ്പൊ നന്ദന ബിഗ് ബോസ് വെച്ച് ഏറ്റവും കൂടുതൽ കൊതിച്ച കാണാൻ കൊതിച്ച ഒരാളുണ്ടായിരുന്നു. നന്ദനയോട് ആ വ്യക്തിയുടെ പേര് പറയുമ്പോൾ നന്നായി കളം വരച്ച് എന്നിട്ട് നന്ദനെ കൊതിച്ച നന്ദനയുടെ അതായത് ആ കാമുകനാണെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചത്തെ എപ്പിസോഡിലും നന്ദനയ്ക്ക് വില കൂടിയ വസ്ത്രങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ എവിടുന്ന് വന്നു? അല്ലല്ല, ആ വില കൂടിയ വസ്ത്രങ്ങൾ എവിടുന്ന് വന്നു? എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് എനിക്ക് പോലും വസ്ത്രങ്ങൾ അയക്കാൻ അല്ലെങ്കിൽ ആ കാമുകൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാമുകൻ KSRTCയിൽ നിന്ന് ലീവ് എടുത്ത് നേരെ സായിയുടെ വീട്ടിൽ പോയി. സായിയുടെ വീട്ടിൽ നിന്ന് സ്നേഹം എടുത്ത് സായിക്ക് ഡ്രസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടോ ആഴ്ച തോറും 15,000 20,000 വാങ്ങിച്ച് ഒരു പെൺകുട്ടിക്ക് ഡ്രസ് അയച്ചു കൊടുക്കുകയും അതിന്റെ ബിൽ എമൗണ്ട് സൂക്ഷിച്ചു വെക്കുകയും ആ പെൺകുട്ടി എവിക്റ്റായി പുറത്തായ സമയത്ത് ഒന്നെങ്കിൽ ഈ ഡ്രസ്സിന്റെ കാശ് എനിക്ക് തരണം, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ നന്ദനയുടെ ആ അജ്ഞാത കാമുകനെ ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ വെച്ച് പരിചയപ്പെടുത്തുകയാണ്. നന്ദനയുടെ കാമുകൻ എല്ലാവർക്കും സന്തോഷമായില്ല, ആഹ്ലാദിക്കില്ല. ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ്. ഫുഡ് വന്നതുകൊണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പരിപാടികളൊക്കെ നിർത്താന്. ഓക്കെ ബൈ, ഇതൊന്നും എഡിറ്റ് ചെയ്യാതെ ഞാൻ എടുക്കും. ഹാപ്പി ബർത്ത്ഡേ. കൊച്ചെ അതൊക്കെ എടാ കാട്ടിട്ട് പിടിച്ചോ. എന്താ ബൈ എടാ ഗബ്രി, ബൈ ബൈ പറടാ. ബൈ ബൈ. യൂട്യൂബ് ചാനൽ തുടങ്ങണ്ടോ? താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.